രാഹുൽ ഗാന്ധി ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. രക്ഷാദൗത്യം നടത്തുന്ന അംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു. ക്യാമ്പുകളിൽ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. കൃത്യമായി അദ്ദേഹം ഏത് മേഖലയിലാണ് എത്തിയിരിക്കുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഇപ്പോൾ പുഞ്ചിരിമട്ടത്ത്, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രഭവ കേന്ദ്രത്തിന് അടുത്ത് തന്നെ ആ മേഖലയിൽ തന്നെ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു എന്നതാണ്. കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ടോ? എന്താണിപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ? ശരി, നമുക്ക് എത്തണം. അവിടെ റേഞ്ച് വളരെ വിനീത, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ സന്ദർശിക്കുകയാണ്. KC വേണുഗോപാലും T സിദ്ദിഖും ഉൾപ്പെടെയുള്ളവരുണ്ട്. കനത്ത സുരക്ഷയിലാണ്. പുഞ്ചിരിമട്ടം സന്ദർശിച്ച് മടങ്ങുകയാണ്. രാഹുൽ ഗാന്ധി കനത്ത സുരക്ഷയിലാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ പുഞ്ചിരിമട്ടത്ത് തന്നെയാണ്. അത് ഏത് മേഖലയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് പ്രസാദ്? പുഞ്ചിരിമട്ടത്ത് പുഞ്ചിരിമട്ടത്ത് തെരച്ചിൽ നടക്കുന്ന ഇവിടെ ഹിറ്റാച്ചി തെരച്ചിൽ നടത്തുന്ന ഈ ഭാഗത്തേക്കാണ് വന്നത്. അവിടെ രക്ഷാപ്രവർത്തകരോട് സംസാരിച്ചു. ഒപ്പം ഇവിടെ 1-2 പ്രദേശവാസികളുണ്ടായിരുന്നു. അവരോടും സംസാരിച്ചു. KC വേണുഗോപാലിനോടും T സിദ്ദിഖിനോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പ്രിയങ്ക ഗാന്ധിയും ഒപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് അവിടുന്ന് ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷമാണ് ഇവിടേക്ക് തിരിച്ചു പോയത്. അതായത് ഏറ്റവും വലിയ ദുരന്തമുണ്ടായ ഒരു മേഖല തന്നെയാണ് പുഞ്ചിരിമട്ടം. മാത്രമല്ല, പ്രഭവ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായ ഒരു പ്രദേശം എന്നുള്ളത് കൊണ്ടും നിരവധി ആളുകളെ കാണാൻ ബാക്കിയുള്ള ഒരു സ്ഥലം എന്ന നിലയിലുമാണ് ഇവിടേക്ക് രാഹുൽ ഗാന്ധി എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പെട്ടെന്ന് വന്നു, സന്ദർശനം നടത്തി, ഒരു 3-4 മിനിറ്റ് നിൽക്കുന്നു, അവരോട് സംസാരിക്കുന്നു, തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് റോഡ് മാർഗം ഇതുവഴി ഇവിടേക്ക് വന്നത്. ഇവിടെ നിന്ന് വന്ന് തിരിച്ച് ഇതുവഴി തന്നെ പോവുകയും ആയിരുന്നു. വിനിത, ശരി, ഏതായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. പുഞ്ചിരിമട്ടത്തെ ചില പ്രദേശങ്ങളാണ് അവർ സന്ദർശിച്ചത്. അവിടെയുള്ള ആളുകളെ കാണുകയും രക്ഷാപ്രവർത്തകരുമായി ദൗത്യത്തിലേർപ്പെട്ട സൈന്യത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുകയും ചെയ്തു. TV പ്രസാദ് വിവരങ്ങൾ നൽകിയായിരുന്നു. 4 വയസ്സുള്ള ആൺകുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ വെള്ളാർമലയിൽ നിന്നും കണ്ടെത്തിയത് എന്ന് സ്ഥിരീകരിക്കുകയാണ്. 10 മൃതദേഹമാണ് ഇന്ന് വെള്ളാർമലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയത്. മുണ്ടക്കൈ പള്ളിക്ക് സമീപത്തുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പുഞ്ചിരിമട്ടത്തേക്ക് രാഹുൽ ഗാന്ധി എത്തിയത്. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ദുരന്ത ഭൂമിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞതാണ്. ഒരു ദിവസത്തെ സന്ദർശനമാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ഇന്നുകൂടി അവിടെ തുടരാൻ, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടാകണം അവിടെ സാന്ത്വനമായി നിൽക്കണം എന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി അവിടെയുള്ളവരെ കണ്ടിരുന്നു. ഇപ്പോൾ പുഞ്ചിരിമട്ടത്താണ് സന്ദർശനം.